മെസ്സി സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഇവരെല്ലാവരെയും കാണാൻ വേണ്ടി എത്തിയെങ്കിൽ പോലും മെസ്സിയെ കൂകി വിളിച്ചുകൊണ്ടാണ് ആളുകൾ സ്വീകരിച്ചത്. അതിന് പ്രധാനപ്പെട്ട കാരണം മെസ്സിയോടുള്ള വിരോധമല്ല, മറിച്ച് മെസ്സിയോടൊപ്പം പൊളിറ്റീഷ്യൻസ്, ഫിലിം ആർട്ടിസ്റ്റുകൾ, ക്യാമറ പീപ്പിൾ, അങ്ങനെ മെസ്സിക്ക് ചുറ്റും ഒരു വലയം പോലെ തന്നെ ഇത്രയധികം ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ലക്ഷങ്ങൾ മുടക്കി, ഏകദേശം 10,000 ലക്ഷങ്ങളും മുടക്കി മെസ്സിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ എത്തിയ ആരാധകർക്ക് മെസ്സി ഒന്ന് കാണാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോൾ നിലവിൽ രാജ്യം പൊക്കോണ്ടിരിക്കുന്നത് അപമാനകരമായ സിറ്റുവേഷനിലേക്കാണ്. മെസ്സിയുടെ ഇന്ത്യൻ ടൂർ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് കോലാഹലമൊക്കെ നടന്നു. മെസ്സി പോലും അറിഞ്ഞിട്ടില്ല കേരളത്തിലേക്ക് പുള്ളി വന്ന കാര്യം എന്നൊക്കെയാണ് പ്രതിപക്ഷമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ നടന്നു. സ്റ്റേഡിയം ഒരു സ്വകാര്യ ഗ്രൂപ്പിനെ ഏൽപ്പിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഇപ്പോൾ സംഭവിച്ചത് മെസ്സി ഒന്ന് കഷ്ടകാലത്തിന് നമ്മുടെ ബംഗാളികളുടെ ഇടയിലേക്ക് ചെന്നു. മൊത്തത്തിലൊരു ചീത്തപ്പേരായി, ഇന്ത്യക്ക് തന്നെ ഒരു ചീത്തപ്പേരായി. ഇന്ത്യ ഒരു തേർഡ് വേൾഡ് കൺട്രി ആണെന്നുള്ളൊരു ചീത്തപ്പേര് വീണ്ടും ഒന്ന് ലോകം മൊത്തം പറഞ്ഞിട്ടുണ്ട്. അതായത് മെസ്സി ടൂർ ഓഫ് ഇന്ത്യയിൽ മെസ്സി ഒന്ന് ഇങ്ങനെ വന്ന് കൈവീശി കാണിച്ച് പോകുന്നതിനാണ് ഈ കാശൊക്കെ മേടിക്കുന്നത്. അല്ലെങ്കിൽ ആ കാണികളെ കൊണ്ടു നിർത്തി സ്റ്റേഡിയത്തിലെത്തി മെസ്സി ഇങ്ങനെ കൈയൊക്കെ കാണിച്ചങ്ങ് പോകും. അല്ലാതെ മെസ്സി വന്ന് കളിക്കുന്ന പരിപാടിയൊന്നുമല്ല. അപ്പോൾ മെസ്സിനൊന്ന് നേരിട്ട് കാണാൻ വേണ്ടി അത് എവിടെയാണ് ഗാലറിയിൽ ഇരുന്നതിന് ഒരാളെ കാണുന്ന അവസ്ഥ നമ്മൾ ഈ പറഞ്ഞ സ്റ്റേഡിയത്തിലൊക്കെ പോയി ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയും കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ആരാണ് ഗോൾ അടിച്ചത്, അല്ലെങ്കിൽ ആരാണ് അവിടെ ബോൾ ചെയ്ത്, ആരാണ് ക്യാച്ച് പിടിച്ചതെന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ആ സ്ക്രീനിൽ നോക്കണം. അത്രയും കഷ്ടപ്പെടാണ് ഒരു ഗാലറിയിൽ ഇരുന്നാൽ. നോർമൽ VIP സീറ്റിൽ ഇരുന്നാൽ കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ എൻ്റെ കാഴ്ചയുടെ പ്രശ്നമായിരിക്കും, നിങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ട് കണ്ടിട്ടുണ്ടാവാം. എന്നാൽ ഒരു നോർമൽ പേഴ്സണ് കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലാണ് 10,000, 4,000, 15,000, 50,000, ഇവിടുത്തെ ടിക്കറ്റ് 50,000 ഒക്കെ ആയിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 5 ലക്ഷം, 50,000 ഇത്രയ്ക്ക് വലിയ വിലയൊക്കെ പറഞ്ഞു. അപ്പോൾ ഏതാണ്ട് ആ കാശൊക്കെ തന്നെ ആയിരിക്കും ബംഗാളികളുടെ അടുത്ത് മേടിച്ചിട്ടുണ്ടാവുക. ഈ കാശൊക്കെ മേടിച്ചിട്ട് ഇവർ നോക്കുന്നു ഷാറൂഖ് ഖാൻ, രാഷ്ട്രീയക്കാർ, അതായത് മെസ്സി നടുക്ക് വരുന്നു, അതിൻ്റെ ചുറ്റും കുറേ ആൾക്കാർ വരുന്നു. ഈ ചുറ്റുമുള്ള ആൾക്കാരല്ലാതെ മെസ്സിനെ കാണാൻ പറ്റില്ല. പ്രശ്നമായില്ലേ? ബാരിക്കേഡും തല്ലി പൊളിച്ച, അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് ഇടിച്ച് കയറിയ ആൾക്കാർ, ആ സീനുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്ത്യക്ക് വീണ്ടും നമ്മൾ ഇന്ത്യക്കാർ ചീത്തപ്പേരുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഒരാളെ കാണാനുള്ള കഷ്ടപ്പാട്, അത് ഇത്രയും കാശും കൊടുത്തിട്ട് പോയവരെയും കുറ്റം പറയാൻ പറ്റില്ല, അവർ പ്രശ്നം ഉണ്ടാക്കിയാൽ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ മെസ്സി ടൂർ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുള്ള അവസ്ഥ കേരളത്തിലേക്ക് വന്നാലും കേരളം കത്തിയേനെ. ഇനിയിപ്പോൾ എന്തായാലും കേരളത്തിലേക്ക് വരുന്നു തോന്നുന്നില്ല, കാരണം പുള്ളിയുടെ ആ ഒരു പോസ്റ്ററിനകത്ത് കേരളത്തിൻ്റെ പേരില്ല. എന്തായാലും മെസ്സി ടൂർ ഓഫ് ഇന്ത്യ കലക്കിയിട്ടുണ്ട്. നാട് മൊത്തം മെസ്സി ടൂർ ഓഫ് ഇന്ത്യയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നാണം കെട്ടിട്ടുണ്ട്.